ഹലോ ഫ്രണ്ട്സ്, ഞാൻ അടുത്ത ടോപ്പിക്കാണ് ട്രേഡ് ക്രെഡിറ്റ്സ്. അപ്പോൾ എന്താണ് ട്രേഡ് ക്രെഡിറ്റ്സ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഫോറിൻ ട്രേഡ് പോളിസിയിൽ നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് പോളിസീൻ്റെ കീഴിൽ അലോബിൾ ഗുഡ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ പറയുന്ന ഗുഡ്സാണ് നമുക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാം, നോൺ ക്യാപിറ്റൽ ഗുഡ്സും ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ പറഞ്ഞ ഗുഡ്സ് മാത്രമാണ് നമുക്ക് ഒരു ഫോറിൻ സപ്ലയറിൻ്റെ കയ്യിൽ നിന്നോ നമുക്ക് കടത്തിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രേഡ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗുഡ്സ് പുറത്തുനിന്ന് നമുക്ക് ഫോറിൻ കറൻസിയിൽ കട കൊടുക്കാം, അതുപോലെ തന്നെ ഇന്ത്യൻ കറൻസിയിൽ നമുക്ക് കട കൊടുക്കാം. പിന്നെ ട്രേഡ് ക്രെഡിറ്റ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. സപ്ലയേഴ്സ് ക്രെഡിറ്റ് ഉണ്ട്, ബയേഴ്സ് ക്രെഡിറ്റ് ഉണ്ട്. സപ്ലയേഴ്സ് ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലയേഴ്സ് ക്രെഡിറ്റിനകത്ത് രണ്ട് പാർട്ടിക്കാരുള്ളൂ. അതായത് ഫോറിൻ സപ്ലയറും ഇന്ത്യൻ ഇമ്പോർട്ടറും. ഇവിടെ ഫോറിൻ സപ്ലയർ ഇന്ത്യൻ ഇമ്പോർട്ടറിന് ഗുഡ്സ് കൊടുക്കും കടത്തിൽ. ഓക്കെ, ഡയറക്റ്റായിട്ട് തന്നെ കടത്തിൽ ഗുഡ്സ് കൊടുക്കും. എന്നിട്ട് പിന്നീട് ഈ ഇന്ത്യൻ ഇമ്പോർട്ടർ ആ ഫോറിൻ സപ്ലയറിന് പൈസ കൊടുത്താൽ മതി പിന്നീട്. അതാണ് ഈ സപ്ലൈസ് ക്രെഡിറ്റിൽ സംഭവിക്കുന്നത്. ബയേഴ്സ് ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൂന്ന് പാർട്ടിക്കാരാണ് വന്നത്. ഒരെണ്ണം ഫോറിൻ സപ്ലയർ, പിന്നെ ഫോറിൻ ബാങ്ക്, പിന്നെ ഇന്ത്യൻ ഇമ്പോർട്ടർ. ഇവിടെ ഫോറിൻ സപ്ലയർ ഇന്ത്യൻ ഇമ്പോർട്ടറിന് ഗുഡ്സ് കടമായിട്ട് കൊടുക്കും. എന്നിട്ട് ആ ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ പൈസ ഈ ഫോറിൻ ബാങ്ക് ആയിരിക്കും ഫോറിൻ സപ്ലയറിന് പേ ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ഫോറിൻ ബാങ്ക് ഒരു മെച്യൂരിറ്റി പീരീഡ് വയ്ക്കും. ആ മെച്യൂരിറ്റി പീരീഡിനുള്ളിൽ തന്നെ ഇന്ത്യൻ ഇമ്പോർട്ടർ ഫോറിൻ ബാങ്കിന് ആ കടം റീപേ ചെയ്യണം. ഓക്കെ, അതാണ് ബയേഴ്സ് ക്രെഡിറ്റിൽ സംഭവിക്കുന്നത്. ഞാൻ ട്രേഡ് ക്രെഡിറ്റ്സിലെ എലിജിബിൾ ബോറോവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളായിരിക്കണം ഇന്ത്യൻ ഇമ്പോർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് റൂട്ട് വഴി നമുക്ക് ഈ ഇത്ര എമൗണ്ട് വരെ നമുക്ക് കട കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ഓയിൽ, ഗ്യാസ്, റിഫൈനിങ് ആൻഡ് മാർക്കറ്റിംഗ്, എയർലൈൻ, ഷിപ്പിംഗ് കമ്പനീസൊക്കെ ആണെങ്കിൽ നമുക്ക് USD 150 മില്യൺ വരെ നമുക്ക് കട കൊടുക്കാം. ഓക്കെ, ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പർപ്പസിനാണെങ്കിൽ നമുക്ക് USD 50 മില്യൺ വരെയാണ് നമുക്ക് കട കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് റെക്കഗ്നൈസ്ഡ് ലെൻഡേഴ്സ്. ഇപ്പോൾ സപ്ലയേഴ്സ് ക്രെഡിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഫോറിൻ സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പുറത്ത് താമസിക്കുന്ന ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്യണ ഒരാളായിരിക്കണം ഫോറിൻ സപ്ലയർ. ബയേഴ്സ് ക്രെഡിറ്റിൽ അവിടെ ഓവർസീസ് ബാങ്ക്, ഫോറിൻ ബാങ്കാലോ കടം കൊടുക്കുന്ന പാർട്ടിക്കാർ. അപ്പോൾ ബാങ്ക് ആവാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, ഫോറിൻ ഇക്വിറ്റി ഹോൾഡർ ആവാം. അതൊക്കെ ഇന്ത്യയുടെ പുറത്തായിരിക്കണം ഇവരുടെ ലൊക്കേഷനൊക്കെ. ഓക്കെ, അടുത്തത് ട്രേഡ് ക്രെഡിറ്റ് പീരീഡ്. ഓക്കെ, ഇപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ 3 വർഷം വരെയാണ് ട്രേഡ് ക്രെഡിറ്റ് പീരീഡ്. നോൺ ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഏതാണോ കുറവ് ആ പീരീഡ് വരെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഷിപ്പ് യാർഡ്സ്, ഷിപ്പ് ബിൽഡേഴ്സ്, അതിൻ്റെയൊക്കെ ട്രേഡ് ക്രെഡിറ്റ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ 3 വർഷം വരെ. ഓക്കെ ഓക്കെ ബാക്കിയെല്ലാം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടു പോവാം. ഓക്കെ, ഞാൻ അടുത്തത് സ്പെഷ്യൽ എക്കണോമിക് സോൺ അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് വെയർ ഹൗസിംഗ് സോൺ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ, ഈ പറഞ്ഞ ഏരിയാസിൽ വരുന്ന ട്രേഡ് ക്രെഡിറ്റ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. ഇവിടെ പറയുന്നത് ഈ പറയുന്ന സെസ് ആണെങ്കിലും FTWZ ആണെങ്കിലും DT ആണെങ്കിലും ഇവർക്ക് ക്യാപിറ്റൽ ഗുഡ്സോ നോൺ ക്യാപിറ്റൽ ഗുഡ്സോ പർച്ചേസ് ചെയ്യാം, മേടിക്കാം. എവിടെന്നാ? സെസ്സിൻ്റെ ഉള്ളിൽ തന്നെ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെസ് ഏരിയാസിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെയാണ് FTWZ ആണെങ്കിൽ പോലും അങ്ങനെ തന്നെ ചെയ്യാം. അതായത് FTWZൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും FTWZൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ തന്നെയാണ് DTയുടെ കേസും സെയിം. അതായത് DTയുടെ ഉള്ളിൽ തന്നെ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും DTയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ പരസ്പരം ഇവർക്ക് സെസ് ആണെങ്കിലും FTWZ ആണെങ്കിലും DT ആണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഏരിയാസിൽ, അതായത് സെസ് ആണെങ്കിലും FTWZ ആണെങ്കിലും DT ആണെങ്കിലും ഈ പറഞ്ഞ ഏരിയാസിൽ വരുന്ന ട്രേഡ് ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഈ സെസ് ആക്റ്റും ഫെമ ആക്ട് പ്രകാരമായിരിക്കണം അത് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ സെസ് ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രേഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ഏത് ഡേറ്റിലാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഡേറ്റ് നമ്മൾ ട്രേഡ് ക്രെഡിറ്റ് ഡേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ സെസ്സിൻ്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ FTWZൻ്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ DTയുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്ന ഗുഡ്സ് ട്രാൻസ്ഫർ ഉണ്ടാവുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ബിൽ ഓഫ് എൻട്രി ഇല്ല ശരിക്കും. ഓക്കെ, സെസ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഗുഡ്സ് ചിലപ്പോൾ കടത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും, ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അവിടെ ബിൽ ഓഫ് എൻട്രി അല്ല അവിടെ ജനറേറ്റ് ചെയ്യുന്നത്, പകരം
ഇൻ്റർ യൂണിറ്റ് റെസിപ്റ്റാണ് അവിടെ NSDL വഴി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻ്റർ യൂണിറ്റ് റെസിപ്റ്റാണ് നമ്മളവിടെ ഇമ്പോർട്ട് ഡോക്യുമെൻ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത സെക്യൂരിറ്റി ഫോർ ട്രേഡ് ക്രെഡിറ്റ്. ട്രേഡ് ക്രെഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇന്ത്യൻ ഇമ്പോർട്ടർ ബാങ്ക്സ് വഴിയാണ് ട്രേഡ് ക്രെഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇന്ത്യൻ ബാങ്ക്സിന് ഫോറിൻ ബാങ്ക്സിന് ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ ടോട്ടൽ ട്രേഡ് ക്രെഡിറ്റിൻ്റെ എമൗണ്ടിനേക്കാളും താഴെയാണ് ഈ ടോട്ടൽ ഗ്യാരണ്ടി എമൗണ്ട് വരാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ ഗ്യാരണ്ടി പീരീഡിൽ അത് ട്രേഡ് ക്രെഡിറ്റ് പീരീഡിനേക്കാളും താഴെയായിരിക്കണം വരേണ്ടത്. ഓക്കെ. അതുപോലെ തന്നെ ഓവർസീസ് ഗ്യാരണ്ടീസ് ഇഷ്യൂ ചെയ്യാം. ഓവർസീസ് ഗ്യാരണ്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോറിൻ ബാങ്കിന് തന്നെ ഗ്യാരണ്ടി ഇഷ്യൂ ചെയ്യാം. അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്ക്സിൻ്റെ എന്തെങ്കിലും ഒരു ഓവർസീസ് ബ്രാഞ്ചസ് സബ്സിഡറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞ പോലെ ഓവർസീസ് ഗ്യാരണ്ടീസ് ഇഷ്യൂ ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പോർട്ടറിനാണെങ്കിലും ഈ പറഞ്ഞ മൂവബിൾ അസറ്റ്സ് കോർപ്പറേറ്റ് ഗ്യാരണ്ടി, പേഴ്സണൽ ഗ്യാരണ്ടി അതൊക്കെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് കടത്തിൽ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ. അങ്ങനെയും ചെയ്യണവരുണ്ട്. ഈ ബാങ്ക്സ് വഴി അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് ചെയ്യണവരുണ്ട്. അങ്ങനെ ഇപ്പോൾ ബാങ്ക്സ് വഴിയാണ് ഒരാൾ ഈ പറഞ്ഞ ട്രേഡ് ക്രെഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് ആദ്യമേ തന്നെ ഈ ബാങ്കുകാരായിട്ട് ലോൺ എഗ്രിമെൻറ്റ് ഉണ്ടാക്കണം. പിന്നെ ഏത് അസറ്റാണോ നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെക്കണേ അതിന് ഒരു സെക്യൂരിറ്റി ക്ലോസ് ഉണ്ടാക്കണം. പിന്നെ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അത് മേടിച്ചെടുക്കണം. പിന്നെ കോ ടെർമിനസ് എന്ന് പറഞ്ഞ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കണം ബാങ്കുകാരായിട്ട്. അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ ഈ കടം അടച്ച് തീർക്കണത് ആ ഡേറ്റ് വരെ ഉള്ളൂ ഈ ബാങ്കുകാർ തമ്മിലുള്ള ഡീലിങ്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബാങ്കുകാരായിട്ടുള്ള ഡീലിങ്സ് എല്ലാം തീരും. ഓക്കെ. അടയ്ക്കാനുള്ള ട്രേഡ് ക്രെഡിറ്റ് എമൗണ്ട് ഉണ്ടല്ലോ അതിനേക്കാളും കൂടാൻ പാടില്ല നമ്മൾ ഈ ഗ്യാരണ്ടിയിലോട്ട് പേ ചെയ്ത എമൗണ്ട്. അത് കൂടിക്കഴിഞ്ഞാൽ ഗ്യാരണ്ടി ക്യാൻസലാവും. അപ്പോൾ ഇത്ര ഉള്ളൂ ഇത്. അപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളില്ലേ അതെല്ലാം ഫെമെ റൂൾസ് പ്രകാരമായിരിക്കണം ചെയ്യേണ്ടത്. ഫെമയിൽ അതനുസരിച്ചുള്ള പോളിസീസ് ഗൈഡ് ലൈൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതനുസരിച്ചായിരിക്കണം ഈ പറഞ്ഞ ട്രേഡ് ക്രെഡിറ്റ് സെക്യൂരിറ്റി ചെയ്യേണ്ടത്. ഇനി അടുത്ത റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ്. മന്ത്ലി റിപ്പോർട്ടിംഗ്. ഇതിൻ്റെ അത് പറഞ്ഞാൽ AD കാറ്റഗറി 1 ബാങ്ക്സിൽ അവർ ഹാൻഡിൽ ചെയ്യുന്ന ട്രേഡ് ക്രെഡിറ്റ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് വിത്ഡ്രോവൽ, യൂട്ടിലൈസേഷൻ, റീപേയ്മെൻറ്റ് അതിനെ പറ്റിയിട്ടുള്ള സകല കാര്യങ്ങളും ഒരു കൺസോൾട്ടേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി എല്ലാ മാസവും ഡയറക്ടർ, ഡിവിഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ഫിനാൻസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമി, പോളിസി ആൻഡ് റിസർച്ച് ഈ പറഞ്ഞ ആൾക്കാർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ. ഇനി ക്വാർട്ടർലി റിപ്പോർട്ടിങ്ങിൻ്റെ അകത്ത് AD കാറ്റഗറി 1 ബാങ്ക്സ് അല്ലേ അവർ ഇതുപോലെ തന്നെ ഡീൽ ചെയ്യണ ബാങ്ക് ഗ്യാരണ്ടീസ് ഉണ്ടാവും, ട്രേഡ് ക്രെഡിറ്റ്സ് ഉണ്ടാവും. ഓക്കെ. അവരെന്തോ ഒരു ഇഷ്യൂ ചെയ്യുന്നുണ്ട്, എന്തോരം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതിനെ പറ്റിയിട്ടുള്ള സകല ഇൻഫോർമേഷൻസും XBRL ഫോർമാറ്റിൽ ഒരു കൺസോൾട്ടേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി അത് ക്വാർട്ടർ വൈസ് ആയിട്ട് അയച്ചു കൊടുക്കണം. ഞാൻ അടുത്ത റോൾ ഓഫ് AD, അതായത് ഓതറൈസ്ഡ് ഡീലേഴ്സ് ബാങ്ക്. ഈ ADയുടെ ഒരു മെയിൻ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ട്രേഡ് ക്രെഡിറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ടാവില്ല അത് ഫെമ പ്രകാരമാണോ ചെയ്യണേന്ന് നോക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഇവർ ഇന്ത്യൻ ഇമ്പോർട്ടറായിട്ട് ഉണ്ടാക്കുന്ന ട്രേഡ് ക്രെഡിറ്റ് അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ ലോൺ എഗ്രിമെൻറ്റ്സ് ഉണ്ടാവും. അത് അവർ തന്നെ വെരിഫൈ ചെയ്യണം, അവർ തന്നെ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ സെസ്, FTWZ, DTAയിൽ സംഭവിക്കുന്ന ചില ട്രാൻസാക്ഷൻസ് അത് ഡബിൾ ട്രാൻസാക്ഷൻ ആവാതിരിക്കാനും അവർ നോക്കണം. അതുപോലെ തന്നെ ട്രേഡ് ക്രെഡിറ്റ് പീരീഡ്സ് നോക്കണം. ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കേസാണെങ്കിലും നോൺ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കേസാണെങ്കിൽ പോലും. അടുത്ത നോൺ റെസിഡൻറ്റ് ഗ്യാരണ്ടി ഫോർ ഡൊമസ്റ്റിക് ഫണ്ട് ബേസ്ഡ് ആൻഡ് നോൺ ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റീസ്. ഇതിൻ്റെ അത് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള 2 ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യൻ റുപ്പീസിൽ തന്നെ കടം കൊടുക്കുക, കടം വാങ്ങുക, അതൊരു നോർമൽ ട്രാൻസാക്ഷനാണ്. അവിടെ ഫോറിൻ ട്രാൻസാക്ഷൻ വരുന്നില്ല. അപ്പോൾ അവിടെ ഫെമ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അതുപോലെ തന്നെ ഈ ഇന്ത്യൻ റെസിഡൻറ്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു നോൺ റെസിഡൻ്റ് ആയിരിക്കും അവിടെ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യണത്. ഓക്കെ. അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. പക്ഷേ ആ ഗ്യാരണ്ടി റിലേറ്റഡ് എന്തെങ്കിലും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാതെ വരുമോ അല്ലെങ്കിൽ ഗ്യാരണ്ടി ക്യാൻസൽ ആവുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവിടെ ഫെമ അപ്ലൈ ചെയ്യേണ്ടത്. ഫെമ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ്, റൂൾസൊക്കെ, പ്രൊവിഷൻസൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് ആ സമയത്താണ്, അതായത് ഗ്യാരണ്ടി ക്യാൻസൽ ആവുന്ന സമയത്ത്. അപ്പോൾ ബാക്കിയെല്ലാം ചുമ്മാ വായിച്ചോടിച്ച് പോവാം. റീഡ് വൺസ് ആൻഡ് ലീവ് കാറ്റഗറി പെട്ടതാണ്. ഓക്കെ. താങ്ക് യു.